അയ്യോ നെയ്യാറ്റിങ്കര സോറി, പെട്ടെന്ന് ഈ നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെ ഗോപേട്ടൻ്റെ ഓർമ്മ വരും. അപ്പോ നെയ്യാറ്റിങ്കര ഗോപൻ മണിയൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ആണ്. അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരെ നഗരസഭയിൽ പോയ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും പൊന്നു മക്കളെ തരാൻ കഴിയില്ല, അതിന് കുറച്ച് കാലതാമസം എടുക്കും, കുറച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് അടങ്ങിയിരി എന്ന് പറയുന്നു. ആദ്യമൊക്കെ ഇത് മരണമല്ല എന്ന് പറഞ്ഞ മക്കളൊക്കെ പതുക്കെ മാറി ഇപ്പൊ മരണമാണ് എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തി. മരിച്ചു എന്ന് അമ്മച്ചി ഇപ്പൊ പറയുന്നുണ്ട്, മക്കൾ രണ്ടും പറയുന്നുണ്ട്. ഇത്രയും നാള് സമാധിയായിരുന്നു അല്ലെ. ഈ ഒരു വിഷയത്തിൽ ഇപ്പോ മകൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും മരണ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്നുള്ള വാക്കാണ്. ആദ്യം പറഞ്ഞത് അയ്യോ മരിച്ചു എന്നൊന്നും പറയാൻ പാടില്ല, സമാധി സമാധി എന്നേ പറയാവൂ എന്ന് പറഞ്ഞ ആളൊക്കെ ഇപ്പോ നിയമം എന്താണെന്ന് കുറച്ചൊക്കെ പഠിച്ചു. ആകെ ആ അച്ഛൻ ഈ മക്കൾക്കും ഭാര്യയ്ക്കും പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം അത് അന്ധമാണോ അല്ലെങ്കിൽ കുന്തമാണോ എന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കട്ടെ. അത് അവരുടെ തലക്കകത്തേക്ക് കയറ്റി കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭാര്യയ്ക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ എല്ലാം ശിവനാണ്, ശിവന്റെ വള്ളി മാറ്റിയാൽ എല്ലാം ശവമാണ് എന്നാണ്. അത് മനസ്സിലേക്ക് പേറി വെച്ചുകൊണ്ട് അവർ മണിയനേട്ടന്റെ കൂടെ അങ്ങനെ കാലങ്ങളോളം നീങ്ങിപ്പോയി. അതിന്റെ ഇടയിൽ 2-3 മക്കളൊക്കെ ഉണ്ടായി. അതിൽ ഒരു മകൻ മരണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയൽവാസിയായിട്ട് ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതായത് അദ്ദേഹത്തിനെ സമാധിയിരുത്താൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യമൊക്കെയാണ്. അങ്ങനെ പല രീതിയിലുള്ള നിഗൂഢതകൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗോപൻ സ്വാമിയുടെ മകൻ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊടുത്ത ഒരു ക്ലിപ്പാണ്. ആ ഒരു ക്ലിപ്പിൽ അദ്ദേഹം പറയുന്ന വാക്ക് ഒന്ന് കേട്ടു നോക്കുക കേട്ടോ. ഇത്രയും ദിവസം ഇതൊരു മരണമായിരുന്നില്ല, എന്നാൽ ഇപ്പോ മരണമാണ്. കേട്ടോക്കെ. അവര് ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഞാൻ പോയപ്പോ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് അവർ ലാസ്റ്റിലത്തെ റിപ്പോർട്ടും കൂടെ വന്നിട്ട് അവര് തരും. നല്ലതല്ലേ, നല്ല കാര്യമാണ്. മുഴുവൻ സംശയം അതോടെ തീരും. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞ ലാസ്റ്റ് റിപ്പോർട്ട് അത് നല്ല കാര്യമാണ്. അതായത് അങ്ങനെ തരാൻ പാടുള്ളൂ. അതാ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് എല്ലാ റിപ്പോർട്ടും നഗരസഭയിൽ നിന്ന് അവർക്ക് കിട്ടി നല്ല രീതിയിൽ ബോധ്യമായിട്ട് തന്നാൽ മതി. ഇതങ്ങ് പൊളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ശവം കണ്ടിട്ട് പൊളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മോനാണ് ഇപ്പൊ പറയുന്നത്. ഇനി എല്ലാം കഴിഞ്ഞിട്ട് തന്നാ മതി എന്നുള്ളത്. അടിപൊളി. ഇതാദ്യം തന്നെ ചെയ്തുകൂടായിരുന്നില്ലേ? 4 ആളെ വിളിച്ചു കൊണ്ടുവന്ന് ഇതാ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു, പഞ്ചായത്ത് മെമ്പർ സ്ഥിരീകരിക്കുന്നു, അത്ര മതി. 4 ആള് ചുറ്റിലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതൊരു മരണമായിട്ട് തന്നെ ആളുകൾ കാണും. പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമില്ല. ഇപ്പോ ലോകത്ത് ആന്തരിക അവയവമില്ലാത്ത ഏക ദൈവമായിട്ട് ഇപ്പൊ ഗോപൻ സ്വാമി ദൈവം അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മാത്രമാണ് ദൈവം കേട്ടോ. ഞങ്ങൾക്ക് അദ്ദേഹം നിങ്ങളുടെ അച്ഛനാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. അത് നിങ്ങളുടെ വിശ്വാസം എന്താവട്ടെ. അപ്പോ ആ ഒരു ആന്തരിക അവയവമില്ലാത്ത ദൈവമായി സങ്കല്പിക്കുന്ന ഗോപൻ മണിയനെ അവിടെ ഇരുത്തി. മുന്നേ തന്നെ ഇതൊക്കെ ചെയ്യേണ്ട പൊന്നു മോനെ, എന്താണ് നിയമം എന്നൊക്കെ പയ്യൻസ് ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടിയാലും നമുക്കിപ്പം ഒരു പ്രയോജനവും ഇല്ല. അതായത് നമുക്ക് വാങ്ങിച്ചു വയ്ക്കാന്നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രയോജനമില്ല. എല്ലാം അച്ഛന്റെ നാമത്തിൽ ഇവിടെ കിടക്കും, ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. എല്ലാം അച്ഛന്റെ നാമം എന്ന് പറഞ്ഞാൽ ശിവന്റെ നാമത്തിൽ ഇവിടെ എല്ലാ ഭൂമിയും ഇവിടെ കിടക്കും. ഓക്കെ, ശിവന്റെ നാമത്തിൽ ആ ഭൂമിയൊക്കെ അവിടെ കിടക്കട്ടെ, നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കതൊരു ഗുണമില്ലായിരിക്കാം. നിങ്ങളുടെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഗുണമില്ലായിരിക്കാം, പക്ഷെ അത് നാട്ടുകാർക്ക് ഗുണമുള്ള കാര്യമാണ്. അതെങ്ങനെയാണ് നാട്ടുകാർക്ക് ഗുണം ഉണ്ടാവുന്നത്? അതായത് നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ രേഖയായിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അച്ഛന് ഇപ്പോഴും എന്ത് കൊടുക്കണം? പെൻഷൻ കൊടുക്കൊണ്ടിരിക്കണ്ടോ അല്ലെ? അത് ബാങ്കിലേക്ക് വരുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പഴയ പോലെ ഒപ്പിടേണ്ട കാര്യമൊന്നും ഇല്ല തോന്നുന്നു. അപ്പൊ കുറച്ചു കാലങ്ങളോളം ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇവിടെയുള്ള സാധാരണക്കാരുടെ ഒക്കെ നികുതി പണം തന്നെയാണ് നിങ്ങളുടെ അച്ഛന് പെൻഷനായിട്ട് കിട്ടുന്നത്. അപ്പൊ അത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളെന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് അതൊരു തെറ്റായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗുണമില്ലെങ്കിലും അത് ജനങ്ങൾക്ക് ഗുണമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണാത്ത, നടക്കാൻ കഴിയാത്ത, കിടക്കപ്പായിൽ കിടന്ന് മൂത്രമൊഴിക്കുന്ന, അതിനൊക്കെ വഴക്ക് പറയുന്ന നിങ്ങളെയാണ് എല്ലാവർക്കും ഒരു സംശയത്തിന്റെ ഒരു നിഴലിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. മക്കള് അത്രക്ക് നല്ലതല്ല എന്ന് ചുറ്റിലുള്ള ആളുകളൊക്കെ പറയുന്നു. അമ്പലത്തിലേക്ക് വരുമ്പോൾ അർദ്ധനഗ്നയായി വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു. ഇതൊക്കെ കൂട്ടി വെക്കുമ്പോൾ നാട്ടുകാരുടെ വാക്കുകളാണ് കൂടുതൽ ആളുകൾ എടുക്കുള്ളൂ. അതൊന്നും കൂടാതെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛന്റെ പെങ്ങളുടെ മകള് വന്നിട്ടും പറഞ്ഞ വാക്കുകൾ എന്താണ്? അയാൾ വെയ്യാണ്ട കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. ദുരൂഹത എവിടെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഇനി എന്തായാലും ആന്തരിക അവയവ റിസൾട്ട് ഒക്കെ വരണം. എന്തായാലും നിങ്ങൾ മരിച്ചു എന്നുള്ള വാക്ക് സമ്മതിച്ചല്ലോ. എന്തായിരുന്നു നിങ്ങളെ ട്രോളാൻ ഏറ്റവും കൂടുതൽ കാരണമായ വാക്കുകൾ? അതായിരുന്നു സമാധിയാണ്, മരിച്ചിട്ടില്ല. സമാധി സമാധി സമാധി. ഈ വാക്കുകൾ 2025 ആദ്യത്തെ
നിങ്ങൾക്ക് വലിയ ആത്മീയതയുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ ഭൂരിഭാഗം ആളുകൾ, നിങ്ങൾ ഹിന്ദുക്കളുടെ ആചാരം എന്ന് പറയുമ്പോൾ പോലും BJP അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ പറയുന്നത് ഇത് ഹിന്ദുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല, ഹിന്ദു ആചാരമായിട്ട് കുലബന്ധം പോലും ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിട്ട് മാത്രം മാറുന്നു. പിന്നെ സമാധിയാവുന്ന ആളുകളുടെ ഒക്കെ പുണ്യാത്മാക്കളെയൊക്കെ നമുക്കറിയാം, ഓൾറെഡി ഒരുപാട് ആളുകളെ നമുക്കറിയാം. എന്നാൽ ആരും അറിയാതെ കല്ലിനടിയിലേക്ക് കൊണ്ടിരുത്തിയ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ സമാധിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ 2-3 ആൾക്കാർ ബഹളം വെച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളും അറിയുന്നത്. അപ്പോൾ ജനങ്ങൾ അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഇവിടെയുണ്ട്. എന്തായാലും ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നതിന് തെളിവുള്ളത് പോലെ തന്നെ മരിച്ചാലും വേണം, അല്ലെങ്കിൽ അത് ഈ ഒരു ഗവൺമെന്റിന് ക്ഷീണമാവും എന്നുള്ളതാണ്. അതൊന്നും താല്പര്യമില്ല. അതായത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരുന്നവര് അവരുടെ വിശ്വാസമാണ്. എന്റെ വിശ്വാസം അനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്റെ അച്ഛനെ കളിയാക്കുന്ന രീതിയിൽ ഒരു മാതാപിതാ ഗുരു ദൈവമാണ്. അപ്പൊ അച്ഛൻ ഈശ്വരൻ തന്നെയാണത്. അപ്പൊ എല്ലാ മക്കൾക്കും അച്ഛനെന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും അത് ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ കളിയാക്കുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മൾ ഈ ക്ഷേത്രം വെച്ചിട്ട് ഒരിക്കലും ഈശ്വരനെ വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരൊറ്റ ലക്ഷ്യത്തോടെ അല്ല. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണ്? മാതാ പിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞാൽ ദൈവം എന്നുള്ളതാണ്. പക്ഷെ രക്ഷിതാക്കളെ നമ്മൾ കൺകണ്ട ദൈവങ്ങളായി കാണുന്നു. അതായത് കണ്ട ദൈവങ്ങളായി എന്ന് പറയുമ്പോൾ ദൈവം എന്ന സങ്കല്പത്തിന് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. കണ്ട ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മം നൽകിയ ആളുകളെയാണ് നമ്മൾ, രക്ഷിതാക്കളെ നമ്മൾ ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ജീവന് ജന്മം നൽകാൻ കഴിയുന്നവരെ നമ്മൾ ദൈവമായിട്ട് കാണുന്നത്. ഈ സർവ്വചരാചരങ്ങൾ ഉണ്ടാക്കിയത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന പോലെ, അപ്പൊ അള്ളാഹു ഉണ്ട്, അതേപോലെ വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, യേശു ക്രിസ്തു ഉണ്ട്, അങ്ങനെ പലതുണ്ട്, പല ദൈവങ്ങളുണ്ട്. പക്ഷെ എല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് തന്നെയാണ്, പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു ദൈവം കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്നില്ല, നമുക്ക് സ്പർശിക്കാൻ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പക്ഷെ കണ്ട ദൈവം അത് രക്ഷിതാക്കൾ തന്നെയാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ അച്ഛനെ ശിവനായിട്ടൊന്നും നമ്മൾ എവിടെയും പ്രതിഷ്ഠിപ്പിക്കുന്നില്ല. അത് ആദ്യം തന്നെ പറയാം. സ്വന്തം അച്ഛനെ സമാധി ഇരുത്തിക്കൊണ്ട് ഇനി മുതൽ അച്ഛനല്ല അത് ശിവ ഭഗവാനാണെന്ന് പറയുമ്പോൾ അത് ശരിക്ക് ഈ ഒരു മതത്തിനെ അവഹേളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത്രയും നാളില്ലാത്ത വാക്കാണ് എന്താണ്, മുസ്ലിങ്ങളാണ് എല്ലാ കാര്യത്തിനും ഇതിന് പ്രശ്നമുണ്ടാക്കിയത്. അവർ തീവ്ര മനോഭാവമുള്ള ആള്, വർഗീയവാദികളാണെന്നൊക്കെ പറഞ്ഞ അതേ നാവുകൾ കൊണ്ടൊക്കെ തന്നെ ഇപ്പൊ തിരുത്തപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ തുട്ട് തന്നെയാണ് ഇവർ പറയുന്നു. അങ്ങനെ വിശ്വാസികളായ ആളുകൾ മാത്രം പൈസ തന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ വിശ്വാസികളായ അന്ധവിശ്വാസികളായ ആളുകൾ കോടിക്കണക്കിനുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ പൈസ കോരിച്ചെരിയും. അപ്പൊ അതിന്റെ അർത്ഥം ബിസിനസ് തന്നെയാണ്. അതായത് വിശ്വാസത്തോടുകൂടി ഈ ഭഗവാന്റെ നടയിൽ ജാതി മത ഭേദമന്യേ ആര് വന്നിരുന്നാലും തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വീകരിക്കുക തന്നെ ചെയ്യാം. ജാതി മത വർണ്ണ ഭേദമന്യേ ആർക്കും വരാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഹൈന്ദവർക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്റെ പൊന്നുമോനെ. ഇനി അവിടെ പുതിയൊരു ദൈവത്തിനെയും കൂടി കൊണ്ടുവരേണ്ടി ഇരുത്തല്ലേ. ഇവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. പല ആളുകളും പല രീതിയിലുള്ള ആൾദൈവങ്ങളുടെ അടുത്ത് പോയിട്ട് കാലിൽ വീഴുന്നതും അവർക്ക് ഓരോന്ന് കൊടുക്കുന്നതും എന്തെങ്കിലും കിട്ടുമെന്ന് ധരിച്ചുകൊണ്ട് മണ്ടത്തരം ചെയ്യുന്നതും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ആൾ ദൈവത്തെ വളർത്താൻ ഇവിടെയുള്ള ആരും ശ്രമിക്കരുത്. കാരണം ഇവിടെ നിലവിൽ ഓൾറെഡി ദൈവങ്ങളുണ്ട്. ഇപ്പോ ഏത് മതത്തിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ മുസ്ലിം മതപ്രകാരം ഒരൊറ്റ ദൈവമാണ്, ഏക ദൈവമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല, വേറെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ഈ ഒരു കാര്യത്തിൽ അവരുടെ വിശ്വാസം കളഞ്ഞുകൊണ്ട് മറ്റൊരു വിശ്വാസത്തിലേക്ക് വരില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അപ്പുറത്തേക്ക് മറ്റു ദൈവമില്ല, ഏകനായ ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതേപോലെ ഇപ്പൊ ഹിന്ദുവിലേക്ക് വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. അത് ദൈവങ്ങളുടെ ഇടയിലേക്ക് പുതിയൊരു ദൈവത്തിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാ മായാജാലങ്ങളും കാണിക്കുന്ന കല്യാണപ്രായമായ പെൺകുട്ടികൾ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് കല്യാണക്കാര്യം നടക്കുന്നു എന്നൊക്കെയാണ് അമ്മച്ചി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോ വിശ്വാസങ്ങൾ അന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലൂടെ വിശ്വാസികൾ എന്ന് നിങ്ങൾ ധരിക്കപ്പെടുന്ന അന്ധവിശ്വാസികൾ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്ന പണം, ആ ഒരു പണം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ കഴിയും. ഇപ്പോ നിങ്ങൾ വീട്ടിലുള്ള ഏക ഒരു ജീവിത ഉപജീവന മാർഗമായിട്ടുള്ള പശുവിനെ പോലും വിറ്റിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ? അവിടെ വീണ്ടും കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട്, മണ്ഡപം ഒരുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ അമ്മ പ്രായമുള്ള സ്ത്രീയാണ്, അവർക്ക് ഇനി ഫണ്ടൊന്നും സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ലേ പണം? നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പൊ ദൈവവിശ്വാസത്തിന് വേണ്ടിയിട്ട് സങ്കല്പിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ അർപ്പിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ സത്യത്തില് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഹോമിക്കുന്നത് മുഴുവൻ ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം, രാസപരിശോധന റിപ്പോർട്ട് വരട്ടെ. ഇപ്പൊ നിങ്ങളെ കളിയാക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസിന്റെ മുന്നിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത്ര അധികം ബുദ്ധി വിവേകമുള്ള ആളുകളുള്ള കേരളത്തിലുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെ ഒരു ഹിന്ദു വിശ്വാസവും ആചാരമുണ്ടോ എന്നുള്ളത്.
അതുകൊണ്ടാണ് എല്ലാവരും കളിയാക്കുന്നത്. നിങ്ങൾ എല്ലാ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇത്രയും നാള് സമാധി സമാധി സമാധി, ഇപ്പോ മരിച്ചു എന്നുള്ള വാക്ക് ഒറ്റയടിക്ക് മാറ്റേണ്ടി വരുന്നത് എന്താ? നിങ്ങൾക്ക് വകതിരിവ് വന്നതുകൊണ്ടാണ്. ആ വകതിരിവ് മുന്നേയും കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ചീത്തപ്പേര് പോലും ഉണ്ടാവാതെ മുന്നോട്ട് പോകാമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ജാതകം പോലും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, നാട്ടുകാരെല്ലാവരും പറഞ്ഞറിയിച്ചുകൊണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.